നമുക്ക് ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാ മസാലകൾക്കും പറ്റിയിട്ടുള്ളൊരു ബിരിയാണി റൈസാണിത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ജീരകശാല റൈസാണിത്. 1 കിലോ എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസിലും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബസ്മതി റൈസിലും ഉണ്ടാക്കാം. വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ജീരകശാല അരിയാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ചെറിയ അരി ഉണ്ടല്ലോ, ചെറിയ അരിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളെടുക്കുന്നതിൻ്റെ 1.5 മുതൽ 1.25 കപ്പ് വരെ വെള്ളം എടുക്കാൻ പറ്റും. കപ്പ് ഇപ്പോൾ ഏതിലാണോ നമ്മൾ അളക്കുന്നത് അതിൻ്റെ 1.25 അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം. പിന്നെ അതേ സ്ഥാനത്ത് ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ, അതായത് നീളം കൂടിയ അരി അതാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പിന് അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബിരിയാണി റൈസ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യത്തോടെ ഉണ്ടാക്കാവുന്നൊരു ബിരിയാണി റൈസാണ്. ഇപ്പോൾ നമ്മളെല്ലാവർക്കും പേടിയാണ്. കൂടുതൽ ആൾക്കാർ നമ്മൾ വീട്ടിൽ വിരുന്നൊക്കെ വരുമ്പോൾ ഒരു 10 പേരൊക്കെ വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ, നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ ഒരു ടെൻഷനാണ്. കാരണം അടി പിടിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കൂടി പോവോ, ചോറ് കുഴഞ്ഞു പോവോ, അങ്ങനത്തെ ടെൻഷൻ മിക്കവർക്കും ഉള്ളതാണത്. അപ്പോൾ ഈ ഒരു റൈസ് നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ റിക്വസ്റ്റ് തന്നവർക്കുള്ള റെസിപ്പിയാണിട്ടത്. ഒന്ന് അരി അളന്നെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 250 ml കപ്പാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മിക്കവരേലും ഇതേപോലത്തെ ഒരു നാഴി ഉണ്ടാവും, നാട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ ഒരു നാഴി. അപ്പോൾ ഇതേപോലത്തെ നാഴിയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു നാഴിയുടെ അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് ഉണ്ടാവില്ല. 250 ml കപ്പിൽ അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 1.25 കപ്പ് അരി ഇതിൽ കൊള്ളും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അളന്നെടുക്കാം. ഏതിലാണോ നമ്മൾ അളന്നെടുക്കുന്നത് അതിൽ തന്നെ ആയിരിക്കണം വെള്ളത്തിൻ്റെ അളവ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം. അത് നിങ്ങൾ എടുക്കുന്ന അരി അളക്കാനെടുക്കുന്ന പാത്രത്തിൽ അളവെടുത്താൽ മതി. ഏതിലാണെങ്കിലും ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിൽ ആ ചായ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഇരട്ടി വെള്ളം എടുത്താൽ മതി. നമുക്ക് നോക്കത് എന്തോരം ഉണ്ടെന്ന്. ഈ 1 കിലോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചേക്കുന്നതാണ്. ഈ ഒരു പാക്കറ്റ് ഉണ്ടെന്ന് നോക്കാം നമുക്ക്. വടിച്ചിടുന്നില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ വടിച്ചൊന്നും ഇടുന്നില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അളവെടുത്തേക്കുന്നത്. 1 4.5 കപ്പ് അരി ഉണ്ട് ഇട്ടത്. 250 ml കപ്പിൽ ഒരു 4.5 കപ്പ് അരിയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 1 കിലോ പാക്കറ്റിൽ ഉള്ളത് ഇത്രയാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 പേർക്കോ 6 പേർക്കോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണി റൈസാണ് കേട്ടോ. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. 4-5 പ്രാവശ്യമെങ്കിലും നമ്മൾ അരി കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ ജീരകശാല അരി ആയതുകൊണ്ട് വെള്ളത്തിൽ കുതിർത്തിടുന്നില്ല. ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിടണം. ഇനി നമുക്ക് അരി മാറ്റി വെക്കാം. അതായത് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ നമുക്ക് കഴുകിയ അരി വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കാം. ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ട് ഒരു സവാള എടുക്കാം. ഞാൻ വലിയ സവാള എടുത്തേക്കുന്നത്. ഇതിൽ പകുതി പൊരിച്ചു കോരാനും പകുതി നമുക്ക് ചോറിലേക്കാണ് എടുക്കുന്നത്. സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്. ഞാൻ 1 പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചെടുക്കാം. കുറവാണെങ്കിൽ കുറവെടുക്കാം, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ബിരിയാണി റൈസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ചെടുക്കാം. നമ്മൾ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടി കട്ടിയുള്ള പാത്രം എടുക്കാം. എങ്കിൽ മാത്രമേ അടി പിടിക്കാണ്ട് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അടി കനമില്ലാത്ത പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ചോറ് പെട്ടെന്ന് വേവേയില്ല. വെള്ളം വറ്റുന്നതനുസരിച്ച് അപ്പം തന്നെ അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം എടുക്കണം. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 6 kg വേണം. നാടൻ രീതിയിൽ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ 6 kg തന്നെയാണ്. അപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് 6 kg എടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് പൊരിച്ചെടുക്കാം. നമുക്ക് ഒരു സവാള എടുത്തേക്കുന്നത്, അതിൻ്റെ പകുതി സവാള പൊരിച്ചെടുക്കാം. സവാള മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കോരാം. തീ കുറച്ച് ഇടണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരിയെടുക്കുക. നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതായത് ബിരിയാണി ഗരം മസാലകളുണ്ടല്ലോ, നമ്മുടെ കറുവപ്പട്ട, അതുപോലെ ജീരകം, കറുകല, അതൊക്കെ ഓൾ ഗരം മസാല എന്ന് പറയുന്ന അതിട്ട് കൊടുക്കുക. 2 ബേ ലീവ്സ്, 2 കഷ്ണം കറുവപ്പട്ട, കുറച്ച് ജീരകം, അതുപോലെ തന്നെ കുരുമുളക്. ഇതിലേക്കൊരു 3 ഏലക്ക, 3 കരയാമ്പൂ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4.5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. 4.5 കപ്പിന് കറക്റ്റ് 6.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആറേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജീരകശാല അരിക്ക് 1.5 കപ്പ് മുതൽ 1.25 കപ്പ് വെള്ളം വരെ നമുക്ക് ചോറ് വേവിക്കാൻ എടുക്കാം കേട്ടോ. അതേ സ്ഥാനത്ത് ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പിന് കറക്റ്റ് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അരിക്കും വെള്ളത്തിനും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാല്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊന്നല്ല, നമ്മുടെ സാധാരണ പശുവും പാൽ. അതൊരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. 1 കിലോ അരിക്ക് 1/4 കപ്പ് പാൽ. മൂടി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് ദുബായ് മുഷ്രിഖ് പാർക്കിലാണ്. ഇന്നിവിടെ ശനിയാഴ്ചയാണ്, അപ്പോൾ ലീവാണ്. അപ്പോൾ മക്കൾക്കും കൂടി കളിക്കാൻ വിചാരിച്ചിട്ട് പുറത്ത് വന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കിയിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ, 2ഉം കൂടി. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക.
കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. തീ ഒന്ന് ഓഫ് ചെയ്യുക. ഇനി ഇതൊന്നും നമുക്ക് ദം ചെയ്തെടുക്കണം. അതിന് മുമ്പ് വേറൊരു പണി കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റോസ് വാട്ടറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കളർ ചേർക്കുന്നവർക്ക് കളർ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണയായിട്ട് ബിരിയാണി ദം ചെയ്യില്ല, അതുപോലെ തന്നെ ഈ ബിരിയാണി റൈസ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. നമ്മൾ സാധാരണയായിട്ട് ബിരിയാണി ദം ചെയ്യുന്ന പോലെ ബിരിയാണി റൈസ് നമുക്ക് ദം ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം വെച്ച് കൊടുത്ത് ഈ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ചോറ് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇത് ദം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഇത് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചോറ് തിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മസാല ഇതിലേക്കിട്ട് ബാക്കി മാറ്റി വെച്ചേക്കുന്ന ചോറിൻ്റെ മുകളിലിട്ട് ഒന്നും കൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.